സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. ഇന്നത്തെ നമ്മുടെ ബ്രൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗേളാണ് ശ്രുതി ബാല എന്ന് പറഞ്ഞാൽ. ഒരു ഓൾറൗണ്ടറാണ്, ഡാൻസറാണ്, ആക്ടറാണ്, ആങ്കറാണ്, മോഡലാണ്, അങ്ങനെ ഓൾ ഇൻ ഓൾ ആണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ കലാതിലകമൊക്കെ സെവറൽ കൺസിക്യൂട്ടീവ് ഇയേഴ്സ് നേടിയ ഒരു വ്യക്തിയാണ്. ഇപ്പം ഫിലിംസിൽ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ശ്രുതി ബാലയുടെ ഫിയാൻസെ പ്രവീണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവീണും കോട്ടയംകാരൻ തന്നെയാണ്. ഒരു ചാമിങ്, വളരെ സ്വീറ്റ് സ്മൈലുള്ളൊരു വ്യക്തിയാണ്. ദുബായിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. MBAക്ക് ശേഷം ഇപ്പോൾ ഒരു ഫൈനാൻസ് കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവരുടെ ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. നമുക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. സോ ഇന്നത്തെ കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മളിതാ കോട്ടയം എത്തിക്കഴിഞ്ഞു. സോ ഐ ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ദ ഗോർജിയസ് ശ്രുതി ബാല ആൻഡ് പ്രവീൺ. സോ ശ്രുതിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേയൊക്കെ അറിയാം. ഇപ്പം മമ്മൂക്കൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, കസബ, പിന്നെ TV ആങ്കറിങ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇതല്ലാണ്ട് ശ്രുതിക്ക് നല്ലൊരു റിച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ശ്രുതി തന്നെ പറയണം. സോ ശ്രുതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയൂ ശ്രുതി. ബേസിക്കലി ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. 2nd സ്റ്റാൻഡേർഡ് തൊട്ട് ഡാൻസ് പഠിക്കുന്നതാണ്. പിന്നെ സ്കൂൾ സബ് ജില്ല കലാതിലയാണ്. കണ്ടിന്യൂസ് ആയി കോമ്പറ്റീഷൻസ് ആയിരുന്നു മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. RLB പ്രദീപ് കുമാർ സാറിൻ്റെ അടുക്കാണ് പഠിക്കുന്നത്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്? ഇപ്പം പഠിക്കുന്നില്ല, പ്രോഗ്രാംസ് മാത്രമേ ചെയ്യാറുള്ളൂ ടൈമുള്ളൂ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം, ഡാൻസ് എല്ലാ ഐറ്റംസും ഉണ്ട്. സോ സിനിമകൾ കുറച്ച് ചെയ്തു അല്ലേ, മലയാളത്തിലും തമിഴിലും ആയിട്ട്? ഇപ്പം ആങ്കറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആഡ്സ് ചെയ്തായിരുന്നു. സോ ഓൾ ഇൻ ഓൾ ആണ് ശ്രുതി. ഓഫ് കോഴ്സ് ഒരു TV-യിൽ ഒരു റെഗുലർ ഫേസ് ആണ്. സോ നമുക്ക് അറിയാം. പക്ഷെ പ്രവീണിനെയാണ് ഇനി കൂടുതൽ പരിചയപ്പെടുത്തുന്നത്. ഒരു സെലിബ്രിറ്റി ആവാൻ പോവാണ്. പ്രവീണിനെ കുറിച്ച് പറയും. പ്രവീൺ എൻ്റെ വീടും കോട്ടയത്താണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിലെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, സിസ്റ്റർ മാരേജ് ചെയ്യും. സിസ്റ്റർ ഹസ്ബൻഡും സൗദിയിലാണ്. അതാണ് ഫാമിലി. എത്ര വർഷമായിട്ട് ദുബായിലാണ്? 4 വർഷമായി ദുബായിലാണ്. ശ്രുതി അപ്പൊ ഇനി ദുബായിലേക്ക് പോവാണ് ഇത് കഴിഞ്ഞിട്ട് അല്ലേ? വളരെ ഇല്ല, ഒരു കുറച്ച് പ്രോഗ്രാംസും മൂവീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ശ്രുതിയുടെ പ്രോഗ്രാംസ് ഒക്കെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും പരിചയപ്പെടുന്നത്? ഇതൊരു ലവ് മാരേജ് ആണോ, അറേഞ്ച്ഡ് മാരേജ് ആണോ? അല്ല, അറേഞ്ച് മാരേജ് ആണ്. ഫാമിലി ആയിട്ട് നമുക്ക് ശരിക്കും പണ്ട് തൊട്ടേ അറിയാവുന്ന. ശരിക്കും ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഇവരുടെ ഫാമിലി ആയിട്ട് അറിയാം. അപ്പൊ തുടങ്ങി പ്രവീണിനെ അറിയാം? ഇവരൊക്കെ അറിയാം. ഇങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ഇവരിങ്ങനെ ഫാമിലി വന്നിങ്ങനെ ചോദിച്ചു. സോ അന്നേരം നമ്മള് കല്യാണത്തിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. സോ ഇപ്പൊ വേണ്ടാന്നുള്ള ഇതിലായിരുന്നു. സോ വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ അമ്മയച്ഛനും ഒക്കെ ആലോചിച്ചു. സോ ഫാമിലി ആയിട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ സോ ഇറ്റ്സ് സേഫ് റൈറ്റ്. അങ്ങനെ ഫിക്സ് ചെയ്യുമായിരുന്നു. സോ ശ്രുതിനെ ചെറുപ്പം തുടങ്ങിയ അറിയാം. എന്താണ് തോന്നിയത് ശ്രുതിന് എന്ന് വെച്ചാൽ കല്യാണം ആലോചിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് തോന്നൂല്ലോ, ഇഷ്ടപ്പെട്ടതാണോ, ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടമാണോ? എങ്ങനെയായിരുന്നു? ഡാൻസ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. കണ്ടിട്ടുണ്ട്, പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ എങ്ങനെയാ? സോ എങ്ങനെയാ പ്രവീണിന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കാനുള്ള സമയത്ത് പ്രവീണിന്റെ ഒരു ചോയ്സ് ആയിരുന്നോ, അങ്ങ് ആ ശ്രുതിയില്ലേ, നമുക്കറിയാവുന്ന കുട്ടിയല്ലേ, നോക്കിക്കൂടെ എന്നൊക്കെ ആയിരുന്നു? അതോ പേരൻസ് പറഞ്ഞോ? സത്യം പറഞ്ഞോണോ? ഇല്ല, പേരൻസ് ആയിട്ട് തന്നെ. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അറിയാവുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഡാൻസ് കണ്ടിട്ടുണ്ട്, TV പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. സോ യുനോ ശ്രുതിയുടെ ഫാമിലിനെയും ശ്രുതിനെയും ചെറുപ്പം മുതലേ അറിയാമെന്ന് പറഞ്ഞു. സോ കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് വ്യത്യാസമായിട്ടോ സ്ട്രേഞ്ച് ആയിട്ടോ തോന്നിയായിരുന്നു? കാരണം നിങ്ങൾ പരിചയമുള്ള കൂട്ടുകാരാണല്ലോ. തോന്നിയില്ല? ഓക്കെ. സോ എങ്ങനെയാണ്? ശ്രുതിയുടെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. സോ പ്രവീൺ ഇതുപോലെ
എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഡാൻസ് ചെയ്യോ, പാട്ട് എന്താണ്? ആക്ച്വലി ഡാൻസറാണ്, അതായത് സിസ്റ്ററും ഡാൻസറാണ്. നമ്മൾ സിസ്റ്ററും ഞാൻ അങ്ങനെ ഒരുമിച്ചാണ് ഡാൻസ് പഠിച്ചത് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് ഒരു റിലേഷൻ തന്നെ. ഓക്കെ. പ്രവീൺ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ എക്സ്ട്രാ കരിക്കുലർ? ഡാൻസ് ചെയ്യും? ഡാൻസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഇല്ല. എന്താ ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്? ക്ലാസിക്കലുണ്ട്, സിനിമാറ്റിക് ഉണ്ട്, എല്ലാം ചെയ്യാറുണ്ട് നേരത്തെ. ഓക്കെ. കോമ്പറ്റീഷൻസിനൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഓക്കെ. സോ ശ്രുതിനെ ഒരുവിധം നല്ലോണം അറിയായിരുന്നു, പ്രത്യേകിച്ച് ഇനി അന്വേഷിക്കാനോ ഒന്നും ഇല്ല. എന്താണ് എന്നാലും ശ്രുതിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? ബിക്കോസ് വൈഫായിട്ട് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണല്ലോ ശരിക്കും, അല്ലേ? നമ്മൾ ഫ്രണ്ട്സായിട്ട് അറിയുന്നത് പോലെയോ ഫാമിലി ഫ്രണ്ട്സായിട്ട് അറിയുന്നത് പോലെയോ അല്ലല്ലോ. ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പം വളരെ സീരിയസ് ആൻഡ് മെച്ചുവറായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. സോ വീട്ടിലുള്ള ഡിസ്കഷൻസ് എന്തായിരുന്നു ആ സമയത്ത്? വീട്ടിൽ ഒന്നാമത്തെ നമുക്കറിയാവുന്ന ഫാമിലി, പ്രത്യേകിച്ച് ഒന്നും അന്വേഷിക്കാനില്ല, പണ്ട് പോലെ അറിയാം. പിന്നെ അങ്ങനെ ഈ ഒരു കാലത്തിൽ എപ്പോഴെങ്കിലും ഇതല്ലാണ്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ശ്രുതിനോട്? അല്ല, ഇത്രയും വർഷം പരിചയമുണ്ട്, കല്യാണം തീരുമാനിച്ചു, എല്ലാം ഉണ്ട്. അപ്പം നാച്ചുറലി ഒരു പക്ഷേ ഒരു സുന്ദരിയായ കുട്ടിയാണ്, ഡാൻസ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്പൈസി ആയിട്ടുള്ള മാറ്റർ പുറത്ത് കൊണ്ടുവരാൻ പറയുമ്പം ആൾ ഒട്ടും അനങ്ങുന്നില്ല. ഇങ്ങനെ ക്രിക്കറ്റ് അല്ല, പക്ഷെ ഭയങ്കര എന്താ പറയാ, പണ്ട് പോലെ അറിയായിരുന്നു. പിന്നെ എന്താ പറയാ, ഒരു നോട്ടി അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് ക്യാരക്ടർ. നോട്ടിയാണോ ആള്? ഓക്കെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പീരിയഡ് എന്ന് വെച്ചാൽ നിങ്ങൾ പരിചയമുള്ള പീരിയഡിൽ തന്നെ നോട്ടിയാന്ന് പറഞ്ഞല്ലോ, ചൈൽഡിഷ് ആണ്. എന്തെങ്കിലും ഇതുപോലെ നോട്ടിയായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ ഓർമ്മയുണ്ടോ പ്രവീണിന്? നോട്ടി അല്ല, എന്തെങ്കിലും ശ്രുതിനെ കുറിച്ച് ശരിക്കും എപ്പോഴെങ്കിലും വളരെ ടച്ച് ചെയ്ത ഒരു ഇൻസിഡൻറ്റോ, അല്ലെങ്കിൽ ശ്രുതിയുടെ ഒരു പേഴ്സണാലിറ്റീനെ ഒരുപാട് ഇഷ്ടപ്പെടാനുണ്ടോ, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ? അങ്ങനെയല്ല, നമ്മൾ കാരണം പണ്ട് പോലെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പല സ്ഥലത്ത് വെച്ചും കാണാറുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം സ്ഥലത്ത് വെച്ചൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു വ്യക്തിയോട് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ അത് മെയിൻറ്റെയിൻ ആയി. ഓക്കെ. ഒരു പക്ഷേ ഇഷ്ടമുള്ള കാര്യം ചോദിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ദേഷ്യം വരും. ഓക്കെ. പ്രവീൺ എങ്ങനെയാ, ശാന്ത വ്യക്തിയാണോ? രണ്ടുപേരും ദേഷ്യക്കാരാണ്. ഓക്കെ. ശ്രുതി പറയൂ. ഒരു എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഗൈസിനും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും, ഭാവി വധു ഇങ്ങനെ വേണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഗേൾസിനും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. സോ എങ്ങനെയാണ് പ്രവീണിൻ്റെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ? ആദ്യം പറഞ്ഞല്ലോ കല്യാണത്തിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല, പിന്നെ തീരുമാനിച്ചു. എന്താണ്, എങ്ങനെയായിരുന്നു ഒരു തീരുമാനം എടുക്കാൻ? എത്ര എളുപ്പമായിരുന്നു, ഡിഫിക്കൽട്ടായിരുന്നു? അല്ല, തീരുമാനം എടുത്തത് അച്ഛനും അമ്മയും, പിന്നെ എൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫ് ചേച്ചിയുണ്ട്. സോ പിന്നെ ഞങ്ങളൊരു വലിയ ഫാമിലിയാണ്. ഒരു ചെറിയ ഒരു കാര്യം വന്നാലും ഉടനെ എല്ലാവരെയും വിളിക്കും, എന്നുവെച്ചാൽ എല്ലാവരും കൂടെ സംസാരിച്ച് അങ്ങനെ നമ്മൾ എന്ത് കാര്യവും തീരുമാനിക്കാറുണ്ട്. സോ മാരേജ് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ്. സോ ശ്രുതിക്കും ഇതുപോലെ തന്നെ ഫ്രണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയർ ആയിരുന്നു എന്നാണ് പറയുന്നത്? ഫ്രണ്ട് ആയിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ക്യാരക്ടർ അറിയാം, എങ്ങനെയാണ് സ്വഭാവം, അങ്ങനെ കുറച്ച് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ. ഇപ്പം കല്യാണം നിശ്ചയിച്ചിട്ട് എത്ര കാലമായി? ഒരു കൊല്ലമായോ? ഇല്ല, എൻഗേജ്മെന്റ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് എത്ര മാസങ്ങൾക്ക് മുമ്പായതൊന്ന് ഫിക്സ്ഡ് ആയത്? 2-3 months ആയുള്ളൂ. സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നിയോ? കാരണം അത്രയും കാലം ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ല ഫ്രീഡം തന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അത്ര ക്ലോസ് ആയിട്ടുള്ള. സോ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം രണ്ട് ഫാമിലീസും ഒരു എന്താ പറയുക, വേറൊരു റിലേഷൻ മോഡിലേക്ക് പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഇവർ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരുന്നോ? റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ കോഴ്സ് അങ്ങനെ കറങ്ങാനൊന്നും വിട്ടിട്ടില്ല. പിന്നെ അതിപ്പം വേറൊരു രീതിയിലല്ലേ വിചാരിച്ചു, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. എന്താണ് പ്രവീണിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ എന്നാലും യുണീക്കായിട്ട്. പക്ഷെ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഭയങ്കര ശാന്ത സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്നാണ്. ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഷോക്ക്ഡ് ആയിരുന്നു. ഇതുപോലെ നമുക്കറിയില്ലാത്ത ഇങ്ങനെ ഈ ചിരിയിൽ കവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഇഷ്ടം തോന്നാൻ കാര്യം ആൾ ഭയങ്കര ഫ്രീ ആണ്. എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട്. സോ അങ്ങനെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഒന്നുമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ. ഈവൻ ഡ്രസ്സിങ്ങിലാണെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഒന്നും വെച്ചില്ല. പിന്നെ എന്താ പറയുക, ഓവറോൾ ഒരു റെസ്പെക്ട്. ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. കഴിയട്ടെ, കല്യാണം കഴിയട്ടെ, ബാക്കി മാറ്റമൊന്നും അറിയില്ല. ഓക്കെ, ജസ്റ്റ് കിഡിങ്. സോ എനിവേ, ഇപ്പോൾ കല്യാണം എന്ന് പറയുമ്പം ഉറപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു മെയിൻ കാര്യം ഇതിൻ്റെ ഒരു ഷോപ്പിങ്ങും ഇതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും. സോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം ഇനി ഓൾമോസ്റ്റ് ആവുന്നു. സോ നിങ്ങൾ നല്ല തിരക്കുള്ളൊരു സമയമുള്ളൂ. എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് പോകുന്നത്? എസ്പെഷ്യലി പ്രവീൺ ദുബായിലാണല്ലോ. സോ എപ്പോഴാണ് എത്തിയത്? ഞാൻ എൻഗേജ്മെന്റ് ആസ് യൂഷ്വൽ പുറത്തുള്ള ആൾക്കാരുടെ ഒരു രീതിയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? അവിടെ നിന്നായിരുന്നോ ഇവിടെ നിന്നായിരുന്നോ? ഓക്കെ. സോ എന്താണ് ക്വിക്ക്ലി എൻഗേജ്മെന്റിന് എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല സോറി, എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റിന് എന്താണ് അപ്പോൾ ഇട്ടത്? ഞാൻ കുർത്ത പോലത്തെ ഡ്രസ്സാണ് ഇട്ടത്. ഓക്കെ. ഓക്കെ ഓക്കെ, ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു എന്താ കുർത്താന്ന് പറയാം, ഷെർവാണി എന്ന് പറയാൻ പറ്റുന്ന അതല്ല. ഓക്കെ ഓക്കെ, പക്ഷെ ഇന്ത്യൻ വെയർ പോലത്തെ ഒരു. ഓക്കെ. ആൻഡ് കല്യാണത്തിന് എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ. ഓക്കെ. സോ ശ്രുതി, കല്യാണത്തിന് എന്താണ് ശരിക്കും? കാരണം കൂടുതൽ പെണ്ണുങ്ങൾക്കാണല്ലോ, എന്നാലും ട്രഡീഷണൽ ആയിരിക്കും. നമ്മുടെ ഒരു ഹിന്ദു കസ്റ്റം അനുസരിച്ച് സാരിയാണ് നമുക്ക് ഓഫ് കോഴ്സ് വേണ്ടത്. സോ അതുകൊണ്ടാണ് എൻഗേജ്മെന്റിന് വേറൊരു ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ കാര്യം, ഫ്രോക്ക്. ഓക്കെ. കല്യാണത്തിന് ഇപ്പം 3 ചേഞ്ചാണ് വരുന്നത് സാരി തന്നെ ഒറ്റ ദിവസം. ഓക്കെ. ഫസ്റ്റ് സാരി നമ്മൾ ചൂസ് ചെയ്യും, പിന്നെ മന്ത്രകോടി എന്ന് പറയും 2 സാരി. സോ ആദ്യത്തെ സാരി ശ്രുതി തന്നെ ചൂസ് ചെയ്യുന്നു. അത് ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് ഇട്ടുകൊണ്ട്, അമ്പലത്തിലാണോ എവിടെ? നമ്മുടെ താലികെട്ട് ഇവിടെ തിരുനക്കര അമ്പലത്തിലാണ്, പിന്നെ ബാക്കി ഫംഗ്ഷൻ ഒക്കെ ഹോളിലാണ്. ഓക്കെ. സോ അമ്പലത്തിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്നതാണ് ആദ്യത്തെ ഡ്രസ്, ആദ്യത്തെ കോസ്റ്റ്യൂം. അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ. സോ അതെന്താണ് ചൂസ് ചെയ്തേക്കുന്നത്? അതൊരു മെറൂണിലെ ഒരു ഗോൾഡൻ ടിഷ്യൂന്റെ ഒരു സാരിയാണ് ചൂസ് ചെയ്തത്. ഓക്കെ. അതായത് നോർമലി നമ്മൾ എപ്പോഴും വെഡിങ്ങിന്, ഹിന്ദുസിന്റെ വെഡിങ്ങിന് എപ്പോഴും ഒരു റെഡ് ആയിരിക്കും, റെഡ് പിങ്ക് എങ്ങനെയും ആ ഒരു ഷെയ്ഡ് വരും. സോ അതിൽ നിന്ന് സംതിങ് ഡിഫറെന്റ് വേണം എന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ നോക്കിയാണ് മെറൂണിൽ ഗോൾഡൻ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മെറൂൺ അല്ല, ആക്ച്വലി ഫുൾ ഗോൾഡ് ആണ് അതിൽ വരുന്നത്. മെറൂണിന്റെ ഒരു ചെറിയ ബാക്ക് ഡ്രോപ്പിൽ അത് വന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതിന് ചേരുന്ന ഒരു ആന്റിക്, അത് ശരിക്കും ആന്റിക് കളറാണ്. ആന്റിക്കിന്റെ ഓർണമെന്റ്സ് ആണ് ചൂസ് ചെയ്തത്. ഓക്കെ. സോ അതിനുള്ള സെറ്റ് എല്ലാം ഡിസൈഡ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്ത് എറണാകുളത്തു നിന്നാണ്. ഷോപ്പിംഗ് ഫുൾ എറണാകുളമായിരുന്നു, കോട്ടയം. ഓക്കെ ഓക്കെ. സോ രണ്ടാമത്തെ സാരി പ്രവീൺ തരുന്ന സാരിയാണ്. 2 സാരി ഉണ്ട്. ഓക്കെ. മന്ത്രകോടി. ഓക്കെ. സോ കെട്ടിന്റെ സമയത്ത് ഏത് സാരിയാണ് എടുക്കുന്നത്? അപ്പം നമുക്ക് ശരിക്കും താലി കെട്ടുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യണം എന്നാണ്. ഓക്കെ. പിന്നെ താലികെട്ട് കഴിഞ്ഞ് ഹോളിലോട്ടുള്ള ഫംഗ്ഷനും താലികെട്ടിന്റെ സമയത്താണ് അടുത്ത സാരി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതെ അതെ, ആ സമയത്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് സെറ്റ് മുണ്ടുവാണ്. ഓക്കെ. പിന്നെ തിരിച്ച് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ, വീട്ടിലോട്ട് പോകുന്ന ടൈമിൽ മന്ത്രകോടി ഒരു ഡ്രസ് കൂടെ ചേഞ്ച് ചെയ്തിട്ട് ആ ഡ്രസ്സിലാണ് പോകുന്നത്. അങ്ങനെ 3 സാരിയൊക്കെ കൊടുക്കാൻ അറിയോ? സാരി കൊടുക്കാൻ എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്നതാണ് സാരി. ഓക്കെ. സോ ഈ ഷോപ്പിംഗ് പറഞ്ഞല്ലോ, സാരികളെല്ലാം കോട്ടയത്തു നിന്നാണ് എടുത്തത്? ഓക്കെ. ജ്വല്ലറി എന്താ? ബിക്കോസ് ശ്രുതി ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. സോ എങ്ങനെയാണ് ജ്വല്ലറി ചൂസ് ചെയ്തത്? ആക്ച്വലി ജ്വല്ലറി ചൂസ് ചെയ്തത് ഞാനല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം ഫാമിലി ഓറിയന്റഡ് ആയിട്ട്. സോ ഇത് ചൂസ് ചെയ്യാൻ തന്നെ എല്ലാവരും വന്നു. ഒരു ഓർണമെന്റ് ചൂസ് ചെയ്യാൻ തന്നെ ഒരു 3 ഡേയ്സോളം അതിനുള്ളിലായിരുന്നു ഇതിനെ ചൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അഫ്കോഴ്സ് എനിക്ക് ഗോൾഡിനെ കുറിച്ച് അങ്ങനെ ഒത്തിരി ഐഡിയാസ് ഒന്നും അറിയില്ല. സോ അമ്മയും പിന്നെ ഫാമിലി, പിന്നെ ചേച്ചിയുണ്ട്, ചേട്ടൻ്റെ വൈഫ്, അവരൊക്കെ കൂടെയാണ് ചൂസ് ചെയ്തത്. ആന്റിക്കിന്റെ ഓർണമെന്റ്സ്, ആ സാരിക്ക് ഗോൾഡ് ചേരില്ല തോന്നി. സോ പിന്നെ ഒരുപാട് ഓർണമെന്റ്സ് ഇടുന്നതിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സാരി ഫുൾ കവർ ചെയ്ത് എനിക്ക്. സോ ഞാൻ ഇപ്പൊ 3 മാല വലിയ അങ്ങനെ ചൂസ് ചെയ്ത്. പിന്നെ വള സ്വയംവരം